മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൻ്റെ തുടർച്ച. കുഞ്ഞു പാത്തുമ്മ ചോദിച്ചു, തുട്ടാപ്പിൻ്റെ ഇക്കാക്ക മീൻ കൂട്ടുവേലേ? അദ്ദേഹം പൊതുവെ പച്ചക്കറിക്കാരനാണ്. ഇറച്ചിയും മീനും ചിലപ്പോൾ കൂട്ടും. കൈയും മറ്റും സോപ്പിട്ടു കഴുകും. അതിൻ്റെ ഉളമ്പുനാറ്റം വീട്ടിൽ പാടില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ കൽപ്പന. പറഞ്ഞില്ലേ, വലിയ മെനക്കാരൻ. മുസ്ലിം എന്നാൽ വൃത്തിയുള്ള എന്നും കൂടി അർത്ഥമുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. തന്നെയുമല്ല, അദ്ദേഹം കല്യാണം കഴിക്കുന്ന പെണ്ണിനു ചില ഗുണവിശേഷങ്ങൾ ഉണ്ടായിരിക്കണം. അവൾ ക്ഷൗരം ചെയ്യാൻ പഠിച്ചിരിക്കണം, ഡാൻസു ചെയ്യാൻ അറിയണം, അലക്ക്, സംഗീതം, ചിത്രമെഴുത്ത്, സാഹിത്യം, ശിശുപരിചരണം ഇതെല്ലാം നിപുണമായിരിക്കണം. പിന്നെ പാചക നൈപുണ്യം എന്നു പറഞ്ഞാൽ ബിരിയാണി, പത്തിരിയും ഇറച്ചിയും, നെയ്ച്ചോറ്, പൊറാട്ട, ഇസ്റ്റു, സാമ്പാർ, ഓലൻ, അവിയൽ, കാളൻ, മെഴുക്കുപുരട്ടി, പായസം എന്നുവേണ്ട ദുനിയാവിലുള്ള സർവ്വവിധ തീറ്റിക്കൂടി സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം. ഇതിനു പുറമെ കിള, വേലികെട്ട്, മണ്ണുചുമട്, ചെടികൾക്കും വൃക്ഷങ്ങൾക്കും മറ്റും വേണ്ട വളം പാകപ്പെടുത്തൽ അതും ഇതും അറിഞ്ഞിരിക്കണം. ഇങ്ങനെ എല്ലാവിധ ഗുണങ്ങളുമുള്ള അത്ഭുത പെണ്ണിനെ കണ്ടുപിടിച്ച് വിവാഹം ചെയ്തു കൊടുക്കാൻ ഉമ്മായും ബാപ്പായും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കേട്ടപ്പോൾ കുഞ്ഞു പാത്തുമ്മയുടെ ഭാവനയിൽ നിസാർ അഹമ്മദ് ഒന്നുകൂടി ഭയങ്കരനായി. അയാളോട് ദേഷ്യവും തോന്നി. ഐഷയോട് ദേഷ്യം തോന്നി. ഇക്കാക്ക അത് പറഞ്ഞു, ഇക്കാക്ക ഇത് പറഞ്ഞു. ഓ, ഒരു ഇക്കാക്ക! ഐഷ തുടർന്നു. എൻ്റെ ഇക്കാക്കയെപ്പോലെ ഒരാളെ കേൾക്കണോ? ഒരു ദിവസം രാത്രി ഇക്കാക്ക ചാരുകസേരയിൽ വായിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ മേശവിരിപ്പിൻ്റെ ഒരു വശത്തു ഇരുന്നത് ഞാൻ കണ്ടില്ല. ഞാനത് വലിച്ചടച്ചു. എന്തോ ഞെരിഞ്ഞതായി ഞാൻ കേട്ടു. ഞാൻ നോക്കിയപ്പോൾ എനിക്കു ബോധക്കേടുണ്ടായി. ഇക്കാക്കയുടെ ഇടതുകൈയുടെ ചെറുവിരൽ ഞെരിഞ്ഞുപോയിരുന്നു. കുഞ്ഞു പാത്തുമ്മ ഞെട്ടിപ്പോയി എന്ന് തന്നെയല്ല, അവൾ വിളറുകയും ചെയ്തു. അവൾ ചോദിച്ചു, എന്നിട്ട്? ഐഷ പറഞ്ഞു. ഇക്കാക്ക അനങ്ങിയില്ല. എന്നോട് പറഞ്ഞു മീശ വെട്ടുന്ന ചെറിയ കത്രിക എടുത്തു കൊണ്ടുവരാൻ. ഞാനതു കൊണ്ടുചെന്നു. ഇക്കാക്ക ആ കത്രിക കൊണ്ട് ചതഞ്ഞുപോയ ആ വിരൽ മുറിച്ചു കളഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ഐഷ പറഞ്ഞു, ഞാൻ പോകുന്നു. ഞങ്ങൾ താമസിക്കുന്നിടത്ത് വരുന്നോ? കുഞ്ഞു പാത്തുമ്മ അത് കേട്ടില്ല. അവൾ അങ്ങനെ തരിച്ചു നിന്നു. ഐഷ വീണ്ടും ചോദിച്ചു, വരുന്നോ? എവിടെ? കള്ളബുദ്ധൂസേ, ഞങ്ങൾ താമസിക്കുന്നിടത്ത്. ഞാൻ ഉമ്മാട് ചോദിച്ചിട്ട് വരാം. അവൾ വീട്ടിൽ ചെന്നു ഉമ്മയോട് പറഞ്ഞു. ഉമ്മ, അവിടെ താമസിക്കണവര് ഇസ്ലാമീങ്ങളാ, ഞാൻ അവിടെ ഒന്ന് പോട്ടെ? പോടി അറാം പറന്നോളെ, ഉമ്മ പറഞ്ഞു. ഇസ്ലാമീങ്ങള്? അവര് കാഫ്രീങ്ങളാ. അല്ലുമ്മ, അവൾ പറഞ്ഞു. ഇസ്ലാമീങ്ങളാ. നോക്കിക്കേ, അവിടുത്തെ ഐഷ ഞമ്മടെ പുളിഞ്ചോട്ടി നിപ്പുണ്ട്. ഉമ്മ നോക്കി. ഉമ്മ കണ്ടു. സാരിക്കാരി, കാതുകുത്തിയിട്ടില്ല. ഉമ്മ പറഞ്ഞു, മയ്യത്തീനെ, ബദിരീങ്ങളെ, അത് ഇസ്ലാമാ? അതേ ഉമ്മ. പതുക്കെ പറ, ഞാനൊന്ന് പോട്ടെ അവര് താമസിക്കുന്നിടത്ത്. നീ ഞമ്മടെ അതുക്കത്തീന്ന് വെളീ പോയാ നീ എൻ്റെ മോളല്ല. അതുവായി പൊയ്ക്കോണം. കുഞ്ഞു പാത്തുമ്മ ഇറങ്ങിച്ചെന്നു ഐഷയോട് പറഞ്ഞു, ഞമ്മള് നാളെ വരാം. ഇന്നെന്താ? കുഞ്ഞു പാത്തുമ്മ പറഞ്ഞു. ഉമ്മിണി ജോലിയുണ്ട്, വെള്ളം കോരിയിടണം. നാളെ ഞാൻ വരുമ്പോ പൈത്ത വാളംപുളിയും കൊണ്ടുവരാം. ഐഷ പോയി. അന്നു രാത്രി വളരെ കഴിഞ്ഞിട്ടും കുഞ്ഞു പാത്തുമ്മയ്ക്ക് ഉറക്കം വന്നില്ല. ഐഷയുടെ ഇക്കാക്കയെ വരുത്തരുതെന്ന് അവൾ നേരത്തെ പടച്ചവനോട് പ്രാർത്ഥിച്ചതാണ്. ഇപ്പോൾ മറിച്ചെങ്ങനെ പറയും? ഒടുവിൽ അവൾ മനസ്സ് നൊന്തു പ്രാർത്ഥിച്ചു, എൻ്റെ പടച്ചോനെ, തുട്ടാപ്പിൻ്റെ ഇക്കാക്ക. നോവൽ തുടരും.